സ്വാഗതം. നമ്മളിന്ന് സംസാരിക്കുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു, ഓർക്കുന്നു, പഠിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കാലം മാറിയതിനനുസരിച്ച് എങ്ങനെയാണ് മാറി വന്നത് എന്നതിനെക്കുറിച്ചുള്ളൊരു ചെറിയ ചരിത്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തീർച്ചയായും. അതായത് മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പുരാതനകാലം തൊട്ട് ഇന്ന് വരെ എങ്ങനെയാണ് പടിപടിയായി വളർന്നു വന്നതെന്ന് നോക്കാം. ഇതിലെ ഒരു അടിസ്ഥാന ചോദ്യം എവിടെ നിന്നാണ് ഈ അറിവൊക്കെ വരുന്നത് എന്നതായിരുന്നു, അല്ലേ? അത് വളരെ പഴയൊരു ചോദ്യമാണല്ലോ. പ്രധാനമായും രണ്ട് ചിന്താഗതികളുണ്ടായിരുന്നു. ഒന്ന്, അറിവെല്ലാം നമ്മുടെ അനുഭവങ്ങളിലൂടെ കിട്ടുന്നു എന്നത്. അതിനെ അനുഭവവാദം, അതായത് എംപിരിസിസം എന്ന് പറയാം. മറ്റൊന്ന്, അറിവ് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ്, അത് തലച്ചോറിന്റെ ഒരു ഭാഗമാണ് എന്നുള്ള വാദം, നേറ്റിവിസം. ഇപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, കുട്ടികൾക്ക് കഴിവുകൾ കിട്ടുന്നത് ജനിക്കുമ്പോഴേ ഉള്ളതാണോ അതോ പഠിച്ചെടുക്കുന്നതാണോ എന്നൊക്കെ. ശരിയാണ്. ഈ തർക്കം അന്നും സജീവമായിരുന്നു. പുരാതന ഈജിപ്തുകാരൊക്കെ വിശ്വസിച്ചിരുന്നത് ഹൃദയമാണ് ചിന്തയുടെ കേന്ദ്രം എന്നായിരുന്നു. അരിസ്റ്റോട്ടലിനും ഏതാണ്ട് അതേ അഭിപ്രായമായിരുന്നു. ഓ, ഹൃദയമോ? അതെ. എന്നാൽ പ്ലേറ്റോ ഇതിനെ ശക്തമായി എതിർത്തു. അദ്ദേഹം വാദിച്ചത്, അല്ല, തലച്ചോറ്, അതായത് മസ്തിഷ്കമാണ് ചിന്തയുടെയും അറിവിന്റെയുമൊക്കെ കേന്ദ്രം എന്നായിരുന്നു. ഒരുപക്ഷെ തലച്ചോറിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ ചിന്തയുടെ ഒരു തുടക്കം അവിടെ കാണാം. അപ്പോ നവോത്ഥാന കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും ഈ തലച്ചോറാണ് ചിന്തയുടെ പ്രധാന സ്ഥലം എന്ന ധാരണ കുറച്ചുകൂടി എന്താ പറയാ, ശക്തമായി, അല്ലേ? അതെ, കൂടുതൽ അംഗീകാരം കിട്ടിത്തുടങ്ങി. അക്കാലത്ത് അവർ വിചാരിച്ചത് നമുക്ക് അറിവ് രണ്ട് രീതിയിൽ കിട്ടുമെന്നാണ്. ഒന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ, അതായത് പുറം ലോകത്ത് നിന്ന്, പിന്നെ നമ്മുടെ ആന്തരികമായ ചിന്തകളിലൂടെയും. ശരി. പിന്നീട് ബ്രിട്ടീഷ് അനുഭവവാദികൾ ബെർക്ലി, ഹ്യൂം, മിൽ പോലുള്ളവരൊക്കെ അവർ ഈ ആന്തരിക പ്രതിനിധാനങ്ങൾ, അതായത് ഇന്റേണൽ റെപ്രസെന്റേഷൻസ് എന്നൊരു ആശയത്തെക്കുറിച്ച് സംസാരിച്ചു. എന്നുവെച്ചാൽ നമ്മൾ പുറത്ത് കാണുന്ന കാര്യങ്ങൾ മനസ്സിൽ എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്. മനസ്സിലായി. അതെ, നേരിട്ടുള്ള അനുഭവം, പിന്നെ അതിൻ്റെ ഒരു മങ്ങിയ ഓർമ്മ, ആ ഓർമ്മകളിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചു. അങ്ങനെ 19-ാം നൂറ്റാണ്ടായപ്പോഴേക്കും മനഃശാസ്ത്രം തത്വചിന്തയിൽ നിന്ന് പതുക്കെ വേർവിട്ട് സ്വന്തമായിട്ട് നിൽക്കാൻ തുടങ്ങി. വൂണ്ടും എബ്ബിംഗ്ഹോസുമൊക്കെ പരീക്ഷണങ്ങളൊക്കെ തുടങ്ങി. വില്യം ജെയിംസിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് സൈക്കോളജി എന്ന പുസ്തകം പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അദ്ദേഹം ഓർമ്മയ്ക്കൊരു ഘടനയും അതുപോലെ ഒരു പ്രവർത്തന രീതിയും ഉണ്ടെന്ന് പറഞ്ഞു. അത് വലിയൊരു മാറ്റമായിരുന്നു. എന്നാൽ പിന്നീട് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഒരു യൂ ടേൺ പോലെ സംഭവിച്ചില്ലേ? ബിഹേവിയറിസം വന്നു. നമുക്ക് നേരിട്ട് കാണാനോ അളക്കാനോ പറ്റാത്ത ഈ ചിന്ത, ഓർമ്മ, ബോധം, ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. പുറമെ കാണുന്ന പെരുമാറ്റം, അതായത് ബിഹേവിയർ, അതിന് കാരണമാകുന്ന സാഹചര്യം, അതായത് സ്റ്റിമുലസ് റെസ്പോൺസ്, ഇത് മാത്രം പഠിച്ചാൽ മതി എന്നൊരു നിലപാടാണ് അവരെടുത്തത്. അപ്പോ സ്വാഭാവികമായും ഈ ചിന്ത, ഓർമ്മ പോലുള്ള വിഷയങ്ങളൊക്കെ കുറച്ചു കാലത്തേക്ക് പിന്നോട്ട് പോയി കാണുമല്ലേ? ശരിയാണ്. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ വളർച്ച അതോടെ ഒന്ന് നിന്നുപോയി എന്ന് പറയാം. പക്ഷെ എല്ലാവരും ആ വഴിക്ക് പോയില്ല. ചിലരൊക്കെ ഈ കോഗ്നിറ്റീവ് ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചു. ഉദാഹരണത്തിന് എഡ്വേർഡ് ടോൾമാൻ. ടോൾമാൻ എലികളിൽ പഠനം നടത്തിയ ആളല്ലേ? അതെ, അദ്ദേഹം എലികളിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് പറഞ്ഞു, എലികൾ വെറുതെ ഒരു ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം പഠിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവയുടെ ചുറ്റുപാടിന്റെ ഒരു മാനസിക ഭൂപടം, ഒരു കോഗ്നിറ്റീവ് മാപ്പ് അവയുടെ മനസ്സിലുണ്ടാക്കുന്നുണ്ട് എന്ന്. നമ്മളിപ്പോൾ ഒരു പുതിയ സ്ഥലത്തു പോയാൽ മനസ്സിൽ അതിന്റെ ഒരു വഴി ഓർത്തുവെക്കില്ലേ, അതുപോലെ. ഇൻട്രസ്റ്റിംഗ്. അതുപോലെ മറ്റൊരാളാണല്ലോ സർ ഫ്രെഡറിക് ബാർട്ട്ലെറ്റ്. ഓർമ്മയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. തീർച്ചയായും. ബാർട്ട്ലെറ്റ് ഓർമ്മയെ കണ്ടത് കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടാണ്. ഓർമ്മകളെന്നാൽ എന്തോ റെക്കോർഡ് ചെയ്തു വെച്ചത് അതുപോലെ പ്ലേ ചെയ്യുന്നതല്ല, മറിച്ച് നമ്മൾ ഓരോ തവണ ഓർത്തെടുക്കുമ്പോഴും അതിനെ സജീവമായി പുനർനിർമ്മിക്കുകയാണ്, റീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ് സ്കീമ, അല്ലേ? അതെ, സ്കീമ. അതായത് ഓരോ വിഷയത്തെക്കുറിച്ചും നമ്മുടെ മനസ്സിലുള്ള ഒരു രൂപരേഖ അല്ലെങ്കിൽ ഒരു ചട്ടക്കൂട്. ഉദാഹരണത്തിന് കല്യാണമെന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് കുറേ കാര്യങ്ങൾ വരുമല്ലോ. ആളുകൾ, സദ്യ, വസ്ത്രധാരണം, സംഗീതം, അങ്ങനെയൊക്കെ. അതാണ് ആ വിഷയത്തിലുള്ള നമ്മുടെ സ്കീമ. ഈ സ്കീമ വെച്ചിട്ടാണ് നമ്മൾ ഓർമ്മകളെ കൂട്ടിയോജിപ്പിക്കുന്നതും വിടവുകൾ നികത്തുന്നതും. ശരി ശരി. അപ്പോ ബിഹേവിയറിസത്തിന് ഒരുപാട് പരിമിതികളുണ്ടായി. പ്രത്യേകിച്ച്
ഭാഷ പഠിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ അവർക്ക് പറ്റില്ല. പറ്റില്ല. അതൊരു വലിയ പ്രശ്നമായിരുന്നു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകളുടെ വരവ് അതും ഒരു പ്രധാന ഘടകമായി. കമ്പ്യൂട്ടറുകൾ എങ്ങനെയാണിതിനെ സ്വാധീനിച്ചത്? കമ്പ്യൂട്ടർ വന്നതോടെ മനുഷ്യന്റെ തലച്ചോറിനെയും ഒരു കമ്പ്യൂട്ടർ പോലെ കാണാൻ തുടങ്ങി. വിവരങ്ങൾ സ്വീകരിക്കുന്നു, അതിനെ പ്രോസസ്സ് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കുന്നു. ഈയൊരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ അല്ലെങ്കിൽ വിവര സംസ്കരണ മാതൃക കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് വലിയൊരു ഉത്തേജനമായി. ഓക്കെ. അപ്പോ ബിഹേവിയറിസത്തിന്റെ പോരായ്മകളും കമ്പ്യൂട്ടർ സയൻസിന്റെ വളർച്ചയും പിന്നെ കമ്മ്യൂണിക്കേഷൻ തിയറിയുമൊക്കെ ചേർന്ന് ഏകദേശം 1950കളോടെ ഒരു തിരിച്ചുവരവിന് വഴിയൊരുക്കി. അതിനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് വിപ്ലവം എന്ന് വിളിക്കുന്നത്. കോഗ്നിറ്റീവ് വിപ്ലവത്തിന്റെ ഭാഗമായി ഓർമ്മയെക്കുറിച്ചുള്ള പഠനങ്ങളിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടായി കാണുമല്ലോ. ഉണ്ടായി, തീർച്ചയായും. വിവരങ്ങൾ ആദ്യം കുറച്ചു നേരത്തേക്ക് സൂക്ഷിക്കുന്ന ഒരു പ്രൈമറി മെമ്മറി അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറി, പിന്നീട് കൂടുതൽ കാലത്തേക്ക് സൂക്ഷിക്കുന്ന സെക്കൻഡറി മെമ്മറി അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറി, അങ്ങനെയുള്ള മോഡലുകളൊക്കെ വന്നു. വോയും നോർമനും ആറ്റ്കിൻസണും ഷിഫ്രിനുമൊക്കെ ഇതിൽ പ്രധാനികളാണ്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം, ലോങ് ടേം എന്നിങ്ങനെയുള്ള സ്റ്റേജുകളായിട്ട് ഓർമ്മയെ കണ്ടു. ഇതിനിടയിൽ ഈ HM എന്ന രോഗിയുടെ കേസ് വളരെ പ്രധാനപ്പെട്ടതാണെന്ന് കേട്ടിട്ടുണ്ട്. അതെന്തായിരുന്നു സംഭവം? അതെ, അത് ശരിക്കും കോഗ്നിറ്റീവ് ന്യൂറോ സൈക്കോളജിയിലെ ഒരു നാഴികക്കല്ലാണ്. HM എന്ന വ്യക്തിക്ക് അപസ്മാരം കാരണം തലച്ചോറിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഹിപ്പോക്യാമ്പസ് ഉൾപ്പെടുന്ന മീഡിയൽ ടെമ്പറൽ ലോബ് ഓപ്പറേഷനിലൂടെ നീക്കം ചെയ്യേണ്ടി വന്നു 1953-ൽ. ഓക്കേ. ഓപ്പറേഷന് ശേഷം അദ്ദേഹത്തിന്റെ അപസ്മാരം കുറഞ്ഞു, ബുദ്ധിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അദ്ദേഹത്തിന് പുതിയ ഓർമ്മകളുണ്ടാക്കാൻ പറ്റാതായി. പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിരുന്നു, കുട്ടിക്കാലം, ഓപ്പറേഷന് മുൻപുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഓപ്പറേഷന് ശേഷം നടക്കുന്ന ഒരു കാര്യവും അദ്ദേഹത്തിന്റെ ദീർഘകാല ഓർമ്മയിലേക്ക് പോയില്ല. അവിശ്വസനീയം. അതെ, അതായത് പുതിയ അനുഭവങ്ങളെ ദീർഘകാല ഓർമ്മയായിട്ട് മാറ്റുന്നതിൽ ഹിപ്പോകാമ്പസിന് വലിയ പങ്കുണ്ട് എന്നതിലൂടെ വളരെ വ്യക്തമായി മനസ്സിലായി. അപ്പോ ഓർമ്മയുടെ ഘടനയെക്കുറിച്ച് മാത്രമല്ല, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് വിവരങ്ങൾ ഓർമ്മയിലേക്ക് പോകുന്നത് എന്നതിനെക്കുറിച്ചും പുതിയ ആശയങ്ങൾ ഈ കാലഘട്ടത്തിൽ വന്നു അല്ലേ? വന്നു. ഉദാഹരണത്തിന് ലെവൽസ് ഓഫ് പ്രോസസ്സിംഗ് എന്ന ആശയം. ക്രെയ്ക്കും ലോക്കാംപ്റ്റുമാണ് ഇത് മുന്നോട്ട് വെച്ചത്. അതായത് നമ്മളൊരു വിവരം എത്രത്തോളം ആഴത്തിൽ അതിന്റെ അർത്ഥം മനസ്സിലാക്കി പ്രോസസ്സ് ചെയ്യുന്നുവോ അത്രയും നന്നായി അത് ഓർമ്മയിൽ നിൽക്കും. ശരിയാണ്. നമ്മളിപ്പോ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോഴും പറയാറില്ലേ, വെറുതെ കാണാതെ പഠിക്കുന്നതിനേക്കാൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പഠിച്ചാൽ കൂടുതൽ ഓർമ്മ നിൽക്കുമെന്ന്. അതേ തത്വം തന്നെ. ഉപരിപ്ലവമായി ശ്രദ്ധിക്കുന്നതിനേക്കാൾ ആഴത്തിൽ ചിന്തിക്കുന്നത് ഓർമ്മയെ ബലപ്പെടുത്തും. ഇന്ന് കോഗ്നിറ്റീവ് സൈക്കോളജി എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പൊ തലച്ചോറിനെക്കുറിച്ചുള്ള പഠനങ്ങളുമായി ന്യൂറോ സയൻസുമായി ഒക്കെ ഒരുപാട് അടുത്ത ബന്ധമുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായും. ഇപ്പോ കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്നൊരു ശാഖ തന്നെയുണ്ട്. PET, FMRI പോലുള്ള ബ്രെയിൻ ഇമേജിംഗ് ടെക്നിക്കുകൾ വന്നതോടെ നമ്മളൊരു കാര്യം ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ തലച്ചോറിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് കൂടുതൽ സജീവമാവുന്നത് എന്നൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കൊള്ളാം. അതുപോലെ ഓർമ്മയുടെയും പഠനത്തിന്റെയുമൊക്കെ അടിസ്ഥാനം നാഡീകോശങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്നതാണെന്ന് ലോങ് ടേം പൊട്ടൻഷിയേഷൻ LTP നമുക്കറിയാം. അതുമിപ്പോൾ പഠനവിഷയമാണ്. പിന്നെ തലച്ചോറ് ഒരു കമ്പ്യൂട്ടർ പോലെ ഒന്നു കഴിഞ്ഞിട്ട് മറ്റൊന്ന് എന്ന രീതിയിലല്ല സീരിയൽ പ്രോസസ്സിംഗ്, മറിച്ച് ഒരേ സമയം പല കാര്യങ്ങൾ സമാന്തരമായി പാരലൽ പ്രോസസ്സിംഗ് ചെയ്യുന്നുവെന്ന കണക്ഷനിസം പോലുള്ള പുതിയ സമീപനങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ ചിന്തയുടെ കേന്ദ്രം ഹൃദയമാണോ തലച്ചോറാണോ എന്ന തർക്കത്തിൽ തുടങ്ങി പെരുമാറ്റത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു കാലഘട്ടം കടന്ന് ഇപ്പോൾ കമ്പ്യൂട്ടറുകളുടെയും ന്യൂറോ സയൻസിന്റെയും ഒക്കെ സഹായത്തോടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളെ വളരെ ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ സ്വന്തം ചിന്തകളെയും ഓർമ്മകളെയും കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഒരുപക്ഷെ പുതിയൊരു കാഴ്ചപ്പാട് കിട്ടിയേക്കാം. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത പങ്കുവയ്ക്കട്ടെ. ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം, മനസ്സിനെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് ഒരിക്കലും പൂർണ്ണമല്ല, അത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമെന്നതാണ്. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റ് ന്യൂറോ ടെക്നോളജികളുമൊക്കെ ഇത്രയധികം വികസിക്കുമ്പോൾ അടുത്തൊരു 50 വർഷം കഴിയുമ്പോഴേക്കും ഈ ചിന്ത, ബോധം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എങ്ങനെയൊക്കെ മാറിയിട്ടുണ്ടാകാം? ഇതൊന്ന് ആലോചിച്ച് നോക്കാവുന്ന കാര്യമാണല്ലേ?